പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, അതായത് പെസഹ പെരുന്നാളിന് ഉണ്ടാക്കുന്ന പെസഹ അപ്പവും പെസഹ പാലുമാണ് ഞാനിന്ന് ലിസാസ് ഫ്ലേവേഴ്സിൻ്റെ കൂടെ കാണിച്ചു തരുന്നത്. അപ്പം ഇത് ട്രഡീഷണലായിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ ഗ്രാൻഡ് മദറൊക്കെ പഠിപ്പിച്ചു തന്നൊരു റെസിപ്പിയാണ്. പിന്നെ ഞാനിത് 2 വേർഷനിൽ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഒന്ന് സ്റ്റീം ചെയ്തും ഉണ്ടാക്കുന്നുണ്ട്, ഒന്ന് ചുട്ടും ഉണ്ടാക്കുന്നുണ്ട്. 2 ടൈപ്പ് ഞാൻ കാണിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം വേറൊരു പെസഹ അപ്പം ആൻഡ് പാൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസമുണ്ട് ഈ പെസഹ അപ്പത്തിന്. അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാനിവിടെ ഒരു 30 ഗ്രാംസ് ഉഴുന്ന് കുതിർക്കാൻ 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 250 ഗ്രാംസ് അരിപ്പൊടി, നമ്മൾ പുട്ടിൻ്റെ പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് വറുത്തിടാനായിട്ട് ഒരു 5-6 ചുവന്നുള്ളി, ഒരു 2-3 കഷ്ണം തേങ്ങാക്കൊത്ത്, അത് എണ്ണയിൽ വറുത്ത് ഈ അപ്പത്തിൻ്റെ മുകളിലിടാനാണ്. പിന്നെ അപ്പത്തിന് അരച്ച് ചേർക്കാനായിട്ട് ഒരു തേങ്ങ, 4-5 അല്ലി ചുവന്നുള്ളി, 2 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ പാല് കാച്ചാനായിട്ട്, പെസഹ പാല് കാച്ചാനായിട്ട് തേങ്ങാപ്പാൽ 1.5 കപ്പ്, ശർക്കര 1.5 കപ്പ്, പിന്നെ അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഏലക്കായ, പിന്നെ ഒരു നുള്ള് ഉപ്പ്. അപ്പോൾ ഇത്രയും കൊണ്ട് നല്ല പെസഹ പെരുന്നാളിനുള്ള പെസഹ അപ്പവും പാലും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളും എൻ്റെ കൂടെ ഒന്ന് കണ്ടു നോക്ക്. ഇത് ഉണ്ടാക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിതിപ്പം ഇട്ട് തരുന്നതാണ് റെസിപ്പി, അറിയാൻ വയ്യാത്തവർക്ക്. അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒന്ന് ഉണ്ടാക്കി വീട്ടിലും പെസഹ അപ്പം പാലും ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ടും തേഴ്സ്ഡേ രാത്രി എല്ലാവരും കഞ്ഞി കുടിച്ച് കഴിഞ്ഞ്, പ്രാർത്ഥനയും കഞ്ഞി കുടിച്ച് കഴിഞ്ഞിട്ട് മുതിർന്ന ആ ഫാമിലിയിലെ മെമ്പറാണ് അത് കട്ട് ചെയ്ത് പാലിൽ മുക്കി എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് അതിൻ്റെ ട്രഡീഷണൽ വേ. അപ്പം നിങ്ങളും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എൻ്റെ കൂടെ ഇതൊന്ന് കണ്ടു നോക്കേ. പെസഹ അപ്പത്തിനുള്ള ആ തേങ്ങയും ഉഴുന്നും ജീരകവും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് നമുക്ക് അരിപ്പൊടി, പുട്ടിൻ്റെ പൊടി കുറേശ്ശെ ആഡ് ചെയ്തിട്ട് അതിനെ മിക്സ് ചെയ്ത് എടുക്കണം. ഇത് ഞാൻ പറഞ്ഞു 2 തരത്തിൽ അപ്പം ഞാൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരപ്പം നല്ല കുറച്ച് കട്ടിയിൽ വേണം എടുക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ അധികം വെള്ളം ഇപ്പം ആഡ് ചെയ്യുന്നില്ല. അത് നമുക്ക് ചുട്ടെടുക്കുന്ന അപ്പം ആയതുകൊണ്ട് ഒത്തിരി ലൂസ് ആവാൻ പാടില്ല. ഇഡ്ഡലി ബാറ്ററിലും കുറച്ചും കൂടെ കട്ടിയിൽ വേണം. അപ്പോൾ അങ്ങനെ അരിപ്പൊടി ആഡ് ചെയ്ത് നമുക്ക് ആ ക്വാണ്ടിറ്റി ഇപ്പം വെള്ളം ആഡ് ചെയ്യാതിരുന്നാൽ മാത്രം മതി. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്തു, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ബാക്കി അരിപ്പൊടിയും കൂടെ കുറേശ്ശെ ഇട്ട് നമുക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാം. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മുഴുവൻ അരിപ്പൊടി ഞാൻ ആഡ് ചെയ്തു. പക്ഷെ അപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കൊടുത്തു നോക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഞാനിപ്പോൾ ആഡ് ചെയ്തു. കഴിഞ്ഞ് ഇഡ്ഡലി ബാറ്ററിലും കുറച്ചും കൂടെ കട്ടിയിൽ നമുക്ക് പകുതി മാവ് മാറ്റി വെക്കണം. എന്നിട്ട് പകുതി മാവ് നമുക്ക് വേറെ ആവിയിൽ പുഴുങ്ങാനായിട്ട് അപ്പച്ചമ്പിൽ വെള്ളം വെച്ചിട്ട് അതിനകത്തോട്ട് പുഴുങ്ങിയെടുക്കാം. മറ്റത് നമുക്ക് ചുട്ടും എടുക്കാം. അങ്ങനെ 2 ടൈപ്പിൽ എടുക്കാം. ഇത് കുറച്ചും കൂടെ വെള്ളം വേണം. അങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോഴേ അറിയുള്ളൂ. അത് ഓരോരുത്തരുടെ അരിപ്പൊടിയുടെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിന് പ്രത്യേകം അങ്ങനെ അളവൊന്നുമില്ല വെള്ളം ആഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ 2 ടൈപ്പ്. ഒന്ന് കുറച്ച് തിക്കായിരിക്കും. ഇഡ്ഡലി ബാറ്ററിലാണ് കറക്റ്റ് കണക്ക് നമുക്ക് പെസഹ അപ്പം ഉണ്ടാക്കാനായിട്ട്. ആ ബാറ്ററിൽ വേണം ഇഡ്ഡലി അപ്പത്തിൻ്റെ ഇഡ്ഡലി ബാറ്ററിൻ്റെ അളവിലെടുക്കുക. മറ്റത് ഈ പരുവം മതി, ഇത്രയും കട്ടി മതി ഒരപ്പത്തിനുള്ളത്. ഇനിയിപ്പോൾ അതെങ്ങനെയാണ് ചുടുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് പിന്നെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അതേ സമയം ഒന്നും വെക്കരുത്, അപ്പം തന്നെ ഉണ്ടാക്കണം. അതായത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ
പെരുന്നാളിനാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്, പെസഹ പെരുന്നാളിന്. അപ്പോൾ ഇത് പുളിക്കാനൊന്നും പാടില്ല, ഇപ്പം തന്നെ ഇത് ഉണ്ടാക്കി എടുക്കണം. ഇപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഇഡ്ഡലി മാവിൻ്റെ അളവിലുള്ള നമുക്ക് ആവിയിൽ പുഴുങ്ങി എടുക്കുന്ന അപ്പത്തിൻ്റെ കൺസിസ്റ്റൻസി. ഇത് മനസ്സിലായല്ലോ എല്ലാവർക്കും. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് കട്ടിയായിട്ടൊരു കുഞ്ഞ് മറ്റേ ടൈപ്പ് അപ്പം ഉണ്ടാക്കാനായിട്ട്, അതിന് പക്ഷേ അത്രയും കട്ടിയില്ല, കുറച്ചും കൂടെ കട്ടിയുണ്ട്. കണ്ടോ, അത് നമ്മൾ സോസ് പാനിൽ പരത്തിയാണ് ചുടുന്നത്. ഞാൻ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ 2 ടൈപ്പിലുള്ള പെസഹ അപ്പം ഇപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതുപോലെ ട്രൈ ചെയ്യാം. ചിലർക്ക് ഇങ്ങനെ മൊരിഞ്ഞതാണ് ഇഷ്ടം, ചിലർക്ക് ആവിയിൽ പുഴുങ്ങുന്ന സോഫ്റ്റായിട്ട് എടുക്കുന്ന ഇഷ്ടം. അപ്പോൾ രണ്ടും ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് പുഴുങ്ങാൻ വെക്കുന്നതെന്നും മറ്റേത് ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം പെസഹാപ്പം ചുടാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, സ്റ്റീം ചെയ്ത് പുഴുങ്ങിയെടുക്കാനായിട്ട്. അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ഒന്ന് തൂക്കണം, അതായത് അതുമ്മ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിത് ആ മാവ് ഇതിനകത്ത് ഒഴിച്ച് ഫുൾ ഇതിനകത്ത് ഒഴിച്ചിട്ട് നമുക്കതിനെ പുഴുങ്ങിയെടുക്കാം, ആവിയിൽ പുഴുങ്ങിയെടുക്കാം. പിന്നെ ഇപ്പോഴത്തെ അടുപ്പത്ത് ഞാൻ ആ ചുട്ടെടുക്കുന്ന അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടെ കാണിച്ചു തരുന്നുണ്ട്. അതിനുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടായി വരട്ടെ. ഇങ്ങനെ ഫുൾ ഇതൊന്ന് നിറച്ചൊഴിച്ച് നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഒരു അപ്പം ആവിയിൽ പുഴുങ്ങാൻ ഞാൻ വെച്ചിട്ടുണ്ട്. മറ്റേ അപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളി തേങ്ങാക്കൊത്തും നമുക്ക് എണ്ണയിലൊന്ന് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനതിനെ എണ്ണ ചൂടാക്കി വെച്ചു. അതിനകത്തോട്ട് ആ തേങ്ങാക്കൊത്തും ചുവന്നുള്ളി ഇട്ടു. പിന്നെ നന്നായിട്ട് ഒരുമാതിരി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂത്ത് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ചുവന്നുള്ളിയും തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ അടുപ്പത്തു നിന്ന് മാറ്റുവാണ്. അത് കഴിഞ്ഞിട്ട് അപ്പം ചൂടാനായിട്ട് ഇതിനകത്ത് വേറൊരു പാൻ അടുപ്പത്തോട്ട് നമുക്ക് വെക്കാം. എന്നിട്ട് അതിനകത്ത് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വേണം ആ അപ്പം അതിനകത്ത് ചുട്ടെടുക്കാനായിട്ട്. ഇതൊന്ന് അടുപ്പത്തു നിന്ന് മാറ്റട്ടെ. ഇപ്പം നമുക്ക് ചുട്ടെടുക്കാനുള്ള അപ്പത്തിൻ്റെ ഞാൻ മാവ് ഇതാണ്ടോ ഇത്രയും കട്ടിയേ പാടുള്ളൂ. അത് നമുക്കത് കൈകൊണ്ട് ഇങ്ങനെ പരത്തി വേണം ചുട്ടെടുക്കുക. ഇങ്ങനെ ആ പാനിൽ വെക്കണം. അപ്പോൾ കട്ടി കുറച്ച് ഇങ്ങനെ പരത്തി ഞാൻ കുറച്ചൊരു എണ്ണ അതിൻ്റെ അടിയിൽ ഒഴിച്ചിട്ടുണ്ട്, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് മീഡിയം ഹീറ്റിലിട്ടിട്ട് വേണം ഉണ്ടാക്കി എടുക്കാനായിട്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പം ഇതാണ് വേറൊരു ടൈപ്പിൽ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുന്ന പെസഹ അപ്പം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ആ വറുത്ത തേങ്ങാക്കൊത്തും ഇതും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ആദ്യം ഒന്ന് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് അതിനെ ചുട്ടെടുക്കണം. അപ്പുറത്തെ സൈഡ് ഒന്ന് തിരിച്ചിട്ട് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഉള്ളി തേങ്ങാക്കൊത്തൊക്കെ അതിനകത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് കൈ കൊണ്ട് തന്നെ. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവാൻ വേണ്ടി വെക്കണം. അല്ലെങ്കിൽ അടി പിടിക്കരുത്, മീഡിയം ഹീറ്റിൽ ഇടാവുള്ളൂ, ഒന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് ചട്ടുകം കൊണ്ട് മറിച്ചിട്ടിട്ട് നമുക്ക് മറ്റേ സൈഡും കൂടെ വേവിച്ചെടുക്കാം. ഞാൻ ഈ അപ്പത്തിൻ്റെ ഒരു സൈഡ് ഒന്ന് മറിച്ചിട്ടത് ഇതിപ്പോൾ ഈ സൈഡും ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാനൊരു എളുപ്പത്തിന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ട് പ്ലേറ്റിലോട്ട് അങ്ങ് മറിച്ചിടും. അപ്പോൾ എളുപ്പമുണ്ട്. ഇങ്ങനെ കമത്തിയിട്ടാൽ കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ സൈഡും കൂടെ ഒന്ന് ആവാനുണ്ട്. ഈ സൈഡും കൂടെ ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാൻ പോകും. അങ്ങനെ 2 സൈഡും നമുക്ക് ചുട്ടെടുക്കാം. ഇതേ ആവിയിൽ വേവിക്കാനുള്ള അപ്പത്തിന് നന്നായിട്ട് ഇതേ ആവിയൊക്കെ വന്നു തുടങ്ങി. ഇതൊരു 10 മിനിറ്റെങ്കിലും ആവിയിൽ വേവിച്ചെടുക്കണം. പിന്നെ ഇതേ പാല് കുറുക്കാനായിട്ട് പെസഹ പാല് കുറുക്കാനായിട്ട് ഞാൻ ആ തേങ്ങാപ്പാലും ശർക്കരപ്പാനിയും കൂടെ മിക്സ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു പാത്രത്തിൽ കുറച്ച് തേങ്ങാപ്പാലിൽ ആ അരിപ്പൊടിയും ഏലക്കാപ്പൊടിയും കൂടെ ഒന്ന് പൊടിച്ച് ഇത് കലക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ആ അരിപ്പൊടി ചേർത്ത് തേങ്ങാപ്പാൽ ഇതിനകത്ത് ആഡ് ചെയ്ത് കുറുക്കിയെടുക്കാം. പിന്നെ ഇതിനകത്ത് ഒരു സാധനം ആഡ് ചെയ്യണം, അതായത് ഒരു നുള്ള ഉപ്പ് വേണം. ഈ പെസഹ പാലിനും നമുക്ക് ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്യണം. അതിപ്പോൾ ഞാൻ ആഡ് ചെയ്യുക. ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്തു. എന്നിട്ട് മിക്സ് ചെയ്യാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് വേണം ആ അരിപ്പൊടി കലക്കിയ തേങ്ങാപ്പാൽ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് കണ്ടിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അഭിപ്രായങ്ങൾ എന്നെ യൂട്യൂബിൽ കൂടെ തന്നെ നിങ്ങൾ അറിയിക്കണം. ഇതിപ്പം ഒന്ന് കുറുക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കും പെസഹ അപ്പവും പാലും റെഡിയാവും.
ഇതാ ഇപ്പോൾ പാല് അത് തിളച്ച് വരുന്നുണ്ട്, ഒരു തിള വരുന്നുണ്ട് കണ്ടോ. ഇപ്പോൾ തിള ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ തേങ്ങാപ്പാൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത ഉടനെ തന്നെ ഇളക്കി കൊടുക്കണം. ഒത്തിരി കുറുകാൻ പാടില്ല, കറക്റ്റ് സോസിൻ്റെ ഇതേ പാടുള്ളൂ. ഒത്തിരി അങ്ങ് കട്ടി കൂടി പാടില്ല. ഞാൻ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി മാത്രമേ ഞാനിതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ കറക്റ്റ് അളവിനനുസരിച്ച് ഉണ്ടാക്കിയാൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ പാലുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം, തിളച്ച് ഒന്ന് കുറുകി വരണം. എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാ നന്നായിട്ട് തിളച്ചത് കുറുകി വന്നിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസി മതി. ഇത് ഇരുന്ന് കഴിയുമ്പോൾ തന്നെ ഒന്നും കൂടെ കുറുകിക്കോളും. ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടെ കുറുകും. അപ്പോൾ ഇത് മതി. ഞാനിപ്പോൾ അത് അടുപ്പത്തു നിന്ന് മാറ്റുക. നമ്മുടെ ആവിയിൽ വെച്ചേക്കുന്ന പെസഹാപ്പ് എത്രയായെന്നൊന്ന് നോക്കാം. ഇതാ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ച് നടുക്കൊന്ന് കുത്തി നോക്കുക. അപ്പോൾ ഇതൊന്നും പിടിക്കുന്നില്ലെങ്കിൽ ഇത് കുക്കായിട്ടുണ്ടെന്ന് അർത്ഥം. ഉണ്ടോ, ഒട്ടും പിടിക്കുന്നില്ല, നിങ്ങൾക്ക് കാണാം. ഇതിനകത്ത് ഒട്ടും പിടിച്ചിട്ടില്ല. ഇതാ ഇനിയിപ്പോൾ നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റാം. അങ്ങനെ പെസഹ അപ്പം 2 ടൈപ്പും പാലും റെഡി ആയിട്ടുണ്ട്.